മക്കളെ, നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ടെ ക്രാഷ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യണോ? ഇനി അതല്ല ചുമ്മാ വീട്ടിലിരുന്നിട്ട് കുറച്ച് സമയം അടിച്ചു പൊളിക്കട്ടെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാം, നിങ്ങൾ നേരത്തെ തുടങ്ങാൻ നോക്ക്. നിങ്ങൾക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷൻ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെന്നാണെങ്കിൽ, ഏറ്റവും നല്ലൊരു സ്ഥലത്ത് നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ, എന്തോ ആവട്ടെ, നിങ്ങൾക്കൊരു ക്രാഷ് പ്രോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ അലൈഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്കൊക്കെ തന്നെ അഡ്മിഷൻ കിട്ടാൻ ക്രാഷ് മാത്രം മതി. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ഈ ക്രാഷ് മതി. IIT NIT പോലുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ച്, മറിച്ച് നിങ്ങൾ സാധാരണ കീം എൻട്രൻസ് എക്സാമിലൂടെ കേരളത്തിൽ ഏറ്റവും നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ് ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ക്രാഷ് പ്രോഗ്രാം ധാരാളം മതി. കുസാറ്റ് പോലുള്ള എക്സാംസ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ക്രാഷ് മതി. നിങ്ങൾക്കൊരു നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ ഈ ക്രാഷ് പ്രോഗ്രാം മതി. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ ക്രാഷ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാതെ ഒരു വർഷം മൊത്തം നമ്മൾ വെറുതെ എന്തിനാ ഒരു റിപ്പീറ്റ് ലൈഫിലേക്ക് കൊടുക്കണം? അങ്ങനെ ആണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നല്ല മക്കളായിട്ട് ക്രാഷ് പ്രോഗ്രാമിനായിട്ട് നിങ്ങൾ ഒരുങ്ങി തിരിക്കാൻ നോക്ക്. +2 നിങ്ങൾ ഓൾറെഡി നന്നായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കും. ഈ കാര്യങ്ങളുടെ കൂടെ +1 കൂടെ ഒന്നും കൂടെ ബെസ്റ്റായിട്ട് പഠിച്ച് നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും നല്ലത്. ചെറിയ സമയം കൊണ്ട് നമ്മുടെ പ്രൊഫഷണലി നമ്മൾ സെറ്റാവും. ഇനി അതല്ല, നിങ്ങൾ MBBS BDS എന്നുള്ള ഗവൺമെൻറ് സീറ്റ് തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ, അതിനാണെങ്കിൽ നമുക്ക് ഒരു തവണയും കൂടെ നോക്കാമല്ലോ. ക്രാഷ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുക്കുക. ഇനി റിപ്പീറ്റ് ഒരു ചോയ്സ് ആയിട്ട് കാണണമെന്നാണെങ്കിൽ, ക്രാഷ് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും സ്കോളർഷിപ്പോട് കൂടെ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റിന് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല, നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടെന്നാണ്, നല്ല കോൺഫിഡൻസോട് കൂടെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ആക്കാനുള്ള ധൈര്യം വരും. നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകും. എപ്പോഴും ആ കോൺഫിഡൻസോട് കൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാനും പറ്റും. മക്കളെ, മടിച്ച് നിൽക്കരുത്. ക്രാഷ് ഇതാ മാർച്ച് 28 29 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മെയ് 3 നമ്മുടെ എക്സാം വരികയാണ്. മാക്സിമം കഷ്ടപ്പെടാനായിട്ട് തയ്യാറാണെങ്കിൽ, മാക്സിമം എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ, നല്ല റിസൾട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പോര് JPCൻ്റെ ക്രാഷിലേക്ക് നമുക്ക് അടിച്ചുപൊളിയായിട്ട് പഠിക്കാം.